എന്താണ് ബ്രോ? ബ്രോ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിന്നാ തോന്നുന്നത്. ഇല്ലെങ്കിൽ ബാറ്ററി ഇറങ്ങി, കാരണം ഗിയർ മാറുന്നില്ല. ഇപ്പൊ നമ്മൾ ഈ വെഹിക്കിൾ ഒന്ന് മാറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാ? അതിനല്ല ബ്രോ, ഇതിലൊരു ഫംഗ്ഷൻ ഉണ്ട്. അതെന്താ നോക്കിയാലോ? ഇത്തരം സാഹചര്യം നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ആ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ECVT വാഹനങ്ങൾ, ECVT ഗിയർ ബോക്സ് യൂസ് ചെയ്യുന്ന വാഹനങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഗിയർ നോബിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ഷിഫ്റ്റ് ലോക്ക് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഇവിടെ ഉണ്ടാവും. ഇത് നോർമലി നമുക്ക് വിസിബിൾ ആയിട്ട് തന്നെ കാണും, പക്ഷെ ബട്ടൺ വരുന്നത് ഇതല്ല, ഇതിന്റെ അകത്താണ്. ഇതെങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. നോർമലി നമ്മളെ കീ ഫോബിന്റെ കൂടെ തന്നെ ചിലപ്പോൾ നമുക്കൊരു കീ ചെയിൻ ഉണ്ടാവും. ജസ്റ്റ് ഇത് എടുത്തിട്ട് ഓപ്പൺ ചെയ്യാം. നോർമൽ നമുക്കിത് ഓപ്പൺ ആവും. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു ഹോള് കാണും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കീ നമ്മളെങ്ങനെ, ഇതിൻ്റെ ഉള്ളിലത്തെ ബട്ടൺ എങ്ങനെ പ്രസ് ചെയ്ത് നോക്കാം. ജസ്റ്റ് നമ്മൾ ബട്ടൺ സ്റ്റാർട്ട് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് പ്രസ് ചെയ്ത് നമ്മൾ കീ ഫോബ് എടുത്തു, അല്ലാന്നുണ്ടെങ്കിൽ കീ എടുക്കുക, അല്ലെങ്കിൽ അതല്ല പ്രസ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഒബ്ജക്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതി. ജസ്റ്റ് നമ്മൾ ഇതിൻ്റെ അകത്ത് കീ ഇൻസേർട്ട് ചെയ്യുക. ആ ഒരു ബട്ടൺ നമുക്ക് ഫീൽ ആവും. ആ ബട്ടൺ പ്രസ് ചെയ്യുക, ജസ്റ്റ് ഗിയർ നോബ് നമുക്ക് മാറ്റാൻ പറ്റും. ന്യൂട്രൽ ഇടുക. ബ്രേക്ക് ഡൗൺ ആ വാഹനം ട്രാഫിക്കിൽ എവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ജസ്റ്റ് തള്ളി സൈഡിലോട്ട് ആക്കാൻ പറ്റുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്തരം സന്ദർഭങ്ങളിൽ ഒരിക്കലും വാഹനം ന്യൂട്രൽ ഇട്ട് തള്ളി സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കരുത്. അത് വാഹനത്തിന് ഒരുപാട് ഡാമേജുകൾ വരും. അപ്പോൾ നിയറസ്റ്റ് ആയിട്ട് സർവീസ് സെന്ററിൽ ഇൻഫോം ചെയ്യുക. വെഹിക്കിൾ പരമാവധി ടോയിൻ ചെയ്ത് സർവീസ് സെന്ററിൽ എത്തിക്കാനുള്ള മാർഗങ്ങൾ നോക്കുക. ഷിഫ്റ്റ് ലോക്ക് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇത്രയും സന്ദർഭഘട്ടങ്ങൾ വരുമ്പോൾ, അതായത് ട്രാഫിക്കിലോ മറ്റ് നമ്മൾ ബുദ്ധിമുട്ട് ഏരിയകൾ എവിടെയാണോ വരുന്നത്, ഏത് സന്ദർഭമാണോ വരുന്നത്, അവിടെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഷിഫ്റ്റ് ലോക്ക് അങ്ങനെ ഒരു ഫംഗ്ഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്ര ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞങ്ങൾ ഇനിയും വരും. താഴെ കൊടുത്ത ഞങ്ങൾ ഇൻസ്റ്റഗ്രാം പേജും അതുപോലെ യൂട്യൂബ് ചാനലും ഫോളോ ചെയ്യുക, അത് മറക്കരുത്. അപ്പോൾ ഓക്കെ.